നടനും MLA-യുമായ മുകേഷിനെതിരായ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണം നിലനിൽക്കില്ല. 2022-ൽ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി അയച്ച വാട്സാപ്പ് സന്ദേശവും കോടതി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ നടി മുകേഷിന് അയച്ച ആശംസാ സന്ദേശവും കേസിൽ തിരിച്ചടിയാവുകയാണ്. ബിനിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ബിനിൽ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിക്കാരിയുടെ ഈ കേസിൽ പരാതിയിൽ ഡീമെറിറ്റായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? മുകേഷിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസവും ഒക്കെ ആകും ഈ കോടതി നിലവിലെ ഈ നടപടികൾ? പക്ഷേ ഈ പരാതി തന്നെ കോടതി ചോദ്യം ചെയ്യുകയാണ്. അതായത് ഈ കേസിൽ വളരെ ഗുരുതരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ഈ ജാമ്യ ഹർജിയിലൂടെ, അതായത് ആ ഉത്തരവിലൂടെ തന്നെ കോടതി വ്യക്തമാക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആ ആരോപണം കോടതി തള്ളുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി കോടതി പറയുന്നത് നടിയുടെ ആദ്യ മൊഴിയിൽ നിന്ന് നിർബന്ധിച്ച് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് വെളിവാകുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ മൊഴിയിലും ആ മൊഴിയിലെ വൈരുദ്ധ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ ഈ നടിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് മുകേഷ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകുന്നത്. അതിനുശേഷം 30-ാം തീയതി വീണ്ടും മൊഴിയെടുക്കുന്നു. ആ മൊഴിയെടുക്കുന്ന സമയത്ത് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു വലിയ രീതിയിൽ. അതായത് ഇവരുടെ ആദ്യ മൊഴിയിൽ നിന്ന് പോലീസ് എടുക്കുന്ന വിശദമായ മൊഴിയിലേക്ക് വരുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത് പരാതിക്കാരിയെ 2010-ൽ അവരുടെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് ഒരു പുതിയ BMW കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ്. കൂട്ടിക്കൊണ്ടുപോയി മുകേഷിന്റെ മരടിലെ വില്ലയിൽ എത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചുവെന്ന് ഇവർ പരാതിയായി പറയുന്നത്. അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് വിടുന്നത്. ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. 2010-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 2022-ൽ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നുണ്ട്. അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന് ഈ നടി മുകേഷിന് ഒരു ആശംസാ സന്ദേശവും അയക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കേസിൽ ഈ നടി ഉന്നയിച്ച പരാതിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പരാതിക്കാരിയായ നടി ഒരു നിയമ ബിരുദധാരിയാണ്. അവർ ലോ പ്രാക്ടീസ് ചെയ്തിരുന്നയാളാണ്. അവർക്ക് സാധാരണ നിയമവശങ്ങൾ അറിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന ചോദ്യം കൂടി കോടതി ഇവിടെ ഉയർത്തുകയാണ്. ബിനിൽ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ പരാതിയുടെ അടിസ്ഥാനമായി പരാതിയെ തന്നെ സംശയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ പരാതി തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും അതിന്റെ തുടർ നടപടി? നിയമസാധ്യതയൊക്കെ എങ്ങനെയായിരിക്കും? മുകേഷിന് മുന്നിൽ ഈ കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും മുകേഷ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, കോടതി ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങൾ, കോടതിക്ക് തോന്നിയിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ, അതെല്ലാം തന്നെ ഈ കേസിൽ വലിയ തിരിച്ചടിയായി ഭാവിയിൽ മാറും. സ്വാഭാവികമായും മുകേഷ് ഈ കുറ്റപത്രം നൽകുകയാണെങ്കിൽ ആ കുറ്റപത്രത്തെ തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം പോലീസിന് കൃത്യമായ ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ പോലീസിന് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ നടിയുടെ ആദ്യ മൊഴിയിലും പിന്നീടുള്ള മൊഴികളിലും വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുക എന്നത് പോലീസിനും വലിയൊരു തലവേദനയായി മാറാൻ പോവുകയാണ് ഈ കേസിൽ.